Okay, so നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ പുതുപുത്തൻ ഇൻഫിനിക്സ് X1 ആൻഡ്രോയിഡ് ടി വി ആണ്. ഇതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്. ഇത് 43 ഇഞ്ചാണ്, ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. മറ്റൊരു വേരിയൻ്റ് ഉണ്ട് 32 ഇഞ്ചാണ്, അതിൽ HD റെസൊല്യൂഷൻ ആണ്. നമ്മൾ ഫുൾ HD 43 ഇഞ്ച് X1 ആൻഡ്രോയിഡ് ടി വി ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ബിഗ്ഗസ്റ്റ് അൺബോക്സിംഗ് ആയിരിക്കും, ഏറ്റവും വലിയ ഇതുവരെ അൺബോക്സ് ചെയ്തതിൽ ഏറ്റവും വലിയ ബോക്സ് ആണ് ഇന്നത്തെ ഈ ഒരു ടി വിൻ്റെ ബോക്സ്. ഈ 43 ഇഞ്ച് ഫുൾ HD റെസൊല്യൂഷനുള്ള ടി വിയുടെ പ്രൈസ് ആണ് 19,999, അതായത് 20,000 താഴെയാണ്. നമ്മളൊരു ഫോൺ മേടിക്കുന്ന പ്രൈസ് കൊണ്ട് നമുക്ക് ഈ ഒരു ടി വി മേടിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ടി വിൻ്റെ അൺബോക്സിംഗ് ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അണ്ണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ഇൻഫിനിക്സിൻ്റെ പുതുപുത്തൻ ഇൻഫിനിക്സ് X1 ആൻഡ്രോയിഡ് ടി വിൻ്റെ ബോക്സിൽ ചില ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സ് X1 ആൻഡ്രോയിഡ് ടി വി 43 ഇഞ്ച് ഫുൾ HD, ക്രോംകാസ്റ്റ്, ബിൽറ്റ് ഇൻ, ഗൂഗിൾ പ്ലേ സപ്പോർട്ട് ഉണ്ട്, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് ടി വി പുറത്തേക്ക് എടുക്കാം. ബോക്സ് കണ്ടൻസ് നോക്കിയാൽ ഓബ്വിയസ്ലി ടി വി ഉണ്ട്, പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ടി വിയുടെ താഴെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ഉണ്ട് വിത്ത് റബ്ബർ പാഡിംഗ് ഉണ്ട്. എൻ്റെ താഴെ ആൻറ്റി സ്ലിപ്പ് റബ്ബർ പാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ക്രൂസും വരുന്നുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. വാറണ്ടി ബുക്ക് ആൻഡ് ഡോക്യുമെൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. AV കേബിൾ ഉണ്ട്. റിമോട്ട് വരുന്നുണ്ട്, ഒരു ഫുൾ സൈസ് റിമോട്ടാണ്. സ്മാർട്ട് പ്ലസ് ട്രഡീഷണൽ റിമോട്ടിൻ്റെ ഒരു മിക്സ്ചർ എന്ന് പറയാൻ പറ്റും. നോർമലുള്ള എല്ലാ ബട്ടൺസ് വരുന്നുണ്ട്, നമ്പർ ബട്ടൺസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു ബ്ലൂടൂത്ത് റിമോട്ടാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം സ്വിച്ച് ഓൺ ചെയ്യുമ്പം ഈ റിമോട്ടും നിങ്ങളുടെ ടി വി പെയർ ചെയ്യണം. ഒരു ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടണും വരുന്നുണ്ട്. പ്ലസ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയും യൂട്യൂബിന് വേണ്ടിയും ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററീസ് കൂടെ വരുന്നുണ്ട്. ഡിസൈൻ ആൻഡ് ബിൽഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നോർമലാണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കിട്ടുകയുള്ളൂ. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ ടോപ്പിൽ സ്മൂത്ത് ക്ലീൻ ആണ്, ഒന്നുമില്ല. ബോട്ടമിൽ പവർ ബട്ടൺ ഉണ്ട്, ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി. പവർ ബട്ടൺ ബോട്ടമിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്. 24 വാട്ടിൻ്റെ ഔട്ട്പുട്ടുള്ള ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സും ഉണ്ട്. ബാക്ക് നോക്കിയാൽ സ്റ്റാൻഡേർഡ് വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ വാൾ മൗണ്ട് ആ സെറ്റപ്പ് വരുന്നില്ല, അത് പ്രത്യേകം മേടിക്കേണ്ടി വരും. റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഫിക്സ്ഡ് പവർ കേബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ ബോട്ടമിലായിട്ട് ലാനിൻ്റെ പോർട്ട് ഉണ്ട്. HDMI 3, HDMI 2, USB 2.0. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് HDMI 1, ആൻറ്റിന കേബിൾ, ഡിജിറ്റൽ ഓഡിയോ ഔട്ട്, AV, USB 2.0, ഹെഡ്ഫോൺ ജാക്ക്, ഇതെല്ലാം വരുന്നുണ്ട്. സോ ഒരുപാട് പോർട്ടുകളുണ്ട്. 43 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. LED ടി വി ആണ്, LED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എപ്പിക് 2.0 പിക്ചർ എൻജിൻ ടെക്നോളജിയുമായിട്ടാണ് ഈ ടി വി വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമാണ് ഈ ടി വിൻ്റെ ഡിസ്പ്ലേയിൽ കുറച്ചുകൂടെ ബെറ്റർ കളേഴ്സും ബെറ്റർ സാച്ചുറേഷൻ, പിന്നെ നല്ലൊരു കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു എപ്പിക് 2.0 പിക്ചർ എൻജിൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് 400 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. ഇത് നോർമൽ ബ്രൈറ്റ്നസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടൊന്നുമില്ല. HDR10 എനേബിൾഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് HDR കണ്ടൻറ്റും ആസ്വദിക്കാൻ കഴിയും. HLGൻ്റെ സപ്പോർട്ട് ഉണ്ട്. വളരെ നല്ല വൈബ്രൻറ്റും നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും ചെയ്യാൻ കഴിയില്ല. കംപ്ലയിൻ്റ് ഒന്നുമില്ല, വളരെ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ TUV റൈൻലൈൻ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് ഈ നമുക്കറിയാലോ ബ്ലൂ ലൈറ്റ് ഭയങ്കര ഹാംഫുൾ ആണ് നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി. ഞാൻ ഓൾറെഡി ഏതൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബ്ലൂ ലൈറ്റ് ഇവർ കണ്ടമാനം കുറച്ചിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുടെ ഓപ്റ്റിമൈസേഷൻ വഴി നല്ല രീതിയിൽ ബ്ലൂ ലൈറ്റ് കുറച്ചതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേരത്തേക്ക് ഈ ടി വിയിൽ കാണാം. അത്രയും സ്ട്രെസ് വരില്ല കണ്ണിലേക്ക്. 19,999 ഈ പ്രൈസ് റേഞ്ചിൽ 43 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ പ്ലസ് HDR സപ്പോർട്ട്, പിന്നെ TUV റൈൻലൈൻ സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ എനിക്ക് അങ്ങനെ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ കംപ്ലയിൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ടി വിൻ്റെ പെർഫോമൻസ് നോക്കാം. ഇതിൽ 1 GB റാമും 8 GB ഇൻ്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ബിൽറ്റ് ഇൻ വൈഫൈ ഉണ്ട്. സോ വൈഫൈ 2.4 GHz ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.0ൻ്റെ സപ്പോർട്ടുണ്ട്. മീഡിയടെക്കിൻ്റെ ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ് വരുന്നത്. മീഡിയടെക് MTK 6683 ആണ് ചിപ്സെറ്റിൻ്റെ പേര്. GPU Mali 470 ആണ്. ഡീസൻറ്റ് പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. ഇതൊരു ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് ഒരുപാട് ആപ്പുകൾ, ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും. ഒന്നെങ്കിൽ ടി വി റിമോട്ട് വെച്ച് കളിക്കാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ കൺട്രോളറും കണക്ട് ചെയ്യാൻ പറ്റും. ഗെയിംസ് ഒക്കെ നല്ല സ്മൂത്ത്ലി ആണ് റൺ ആവുന്നത്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്, സോ ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 9 ആണ്, ആൻഡ്രോയിഡ് 10 അല്ല. പക്ഷേ ഉടൻ തന്നെ ആൻഡ്രോയിഡ് 10ഉം വരും.
പിന്നെ ഒരു ഗൂഗിൾ സർട്ടിഫൈഡ് ടി വി ആയതുകൊണ്ട് വളരെ ക്ലീൻ, വളരെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബിൽറ്റ് ഇൻ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് വോയിസ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും ടി വി. പിന്നെ ക്രോം കാസ്റ്റിൻ്റെ ഫീച്ചർ ഉണ്ട്. ക്രോം കാസ്റ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ലാപ്ടോപ്പും മിറർ ചെയ്യാൻ പറ്റും. വയർലെസ് മിറർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നേരെ ടി വിയിൽ കാണാൻ പറ്റും. ഇതൊരു ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടും. ഞാൻ ഈ ഒരു ടി വി സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേ എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിരുന്നു. സോ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് 5000-ലധികം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും യൂട്യൂബും പ്രീ ഇൻസ്റ്റാൾഡായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ, അതായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വേണമെങ്കിൽ അതും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫോണിൽ കുത്തിയിരുന്ന് കാണാതെ നേരെ ടി വിയിൽ ഹോട്ട്സ്റ്റാർ കാണാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ID, ഇമെയിലും പാസ്വേഡ് വെച്ച് അവിടെ ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ ടി വിയിൽ വരുന്ന ഇൻ്റർഫേസ് വളരെ സിമ്പിളായൊരു ഇൻ്റർഫേസ് ആണ്. ഇതിൻ്റെ ഹോം പേജ് എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഒരുപാട് ആപ്പുകളുണ്ട്, നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതേ ആപ്പിൻ്റെ ഉള്ളിൽ, സോ ഫോർ എക്സാമ്പിൾ ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും എന്തൊക്കെ ഷോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ കാണാൻ കഴിയും. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഡിയോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് ഹെഡ്ഫോൺ വഴി കേൾക്കാൻ കഴിയും. നല്ല നീളമുള്ള ഹെഡ്ഫോൺ വേണ്ടി വരും. പിന്നെ സ്പീക്കേഴ്സ് ഉണ്ട്. ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. 24 വാട്ടിൻ്റെ ആണ് സ്പീക്കേഴ്സ്, ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഡോൾബി സൗണ്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട്. Their leader calls himself Oricon. Fights alongside a witch. By edict of His Imperial Majesty, every family must contribute 1 man to fight. Have you no son? നിങ്ങൾക്ക് ഓഡിയോ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണെങ്കിൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഇൻഫിനിക്സിൻ്റെ സ്നോക്കർ A10 സൗണ്ട് ബാറും ഉണ്ട്. അതിൻ്റെ പ്രൈസ് 4499 ആണ്, അതായത് 4499 രൂപയാണ്. 60 വാട്ടിൻ്റെ ആണ് സൗണ്ട് ബാർ. ഇതാണ് സൗണ്ട് ബാറിൻ്റെ ബോക്സ്. നമുക്കിത് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് സൗണ്ട് ബാർ പുറത്തേക്ക് എടുക്കാം. 30 വാട്ടിൻ്റെ 2 സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ബാറിൻ്റെ ബാക്ക് നോക്കിയാൽ 4 പോർട്ട് ഉണ്ട്. HDMI, ARC, കോആക്സിയൽ, ഓക്സ് ഉണ്ട്, പിന്നെ DCN ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൗണ്ട് ബാർ ഭിത്തിയിലേക്ക് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. സൗണ്ട് ബാറിൻ്റെ സൈഡിലും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ഓഫ്, വോളിയം, USB സ്ലോട്ടും വരുന്നുണ്ട്. റിമോട്ട് ഉണ്ട്. സോ റിമോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല റിമോട്ട് തന്നെയാണ്. നല്ലൊരു ലൈറ്റ് വെയിറ്റ് റിമോട്ടാണ്. ബട്ടൺസ് ഒക്കെ നല്ല രീതിയിൽ പ്രസ് ആവുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള HDMI കേബിളും കൊടുത്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. നോർമലി സൗണ്ട് ബാറിന് കൂടെ HDMI കേബിൾ വരാറില്ല, ഇവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടി ക്ലാമ്പും സ്ക്രൂ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പവർ കേബിളും വരുന്നുണ്ട്. നമുക്ക് ഈ TVൻ്റെ ഓഡിയോ സൗണ്ട് ബാറിലൂടെ കേട്ട് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ബാറാണ്. നല്ല ക്രിസ്പ് സൗണ്ട് വരുന്നുണ്ട്. വോക്കൽസ് ഒക്കെ നല്ല ക്ലിയർ ആണ്. പിന്നെ ബാസും ട്രബിളൊക്കെ നിങ്ങൾക്ക് ഒരു റിമോട്ട് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സൗണ്ട് ബാർ നിങ്ങൾ TVയുമായിട്ട് HDMI വഴി കണക്ട് ചെയ്താൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഈ ഒരു TVനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. കാരണം ഈ 19,999 ഇറങ്ങിയ TVകൾ ഇപ്പം 23,999, 24,999 കിട്ടുന്നത് കാരണം റീസെൻ്റ്ലി ആണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഈ TV പാനലുകളുടെയൊക്കെ പ്രൈസ് കൂട്ടിയിരുന്നു. അതായത് അവിടുന്ന് TV പാനൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്യുന്ന എല്ലാ TVസിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അബവ് 20,000 ആണ് മിക്ക എല്ലാം ഫുൾ HD റെസൊല്യൂഷൻ TV. അങ്ങനെ നോക്കുമ്പം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇൻഫിനിക്സിൻ്റെ. പിന്നെ ഇതിൻ്റെ ലോങ് ടേം യൂസിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല, കാരണം ഇത് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് TV ആണ്. സ്റ്റിൽ ഇതിൻ്റെ ഒരു ബിൽഡൊക്കെ നോക്കുമ്പോൾ പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി, പിന്നെ TUV റൈൻലൈൻ സർട്ടിഫിക്കേഷൻ, ഫുൾ HD TV ആണ്, 43 ഇഞ്ച് ഉണ്ട്. ആൻഡ്രോയിഡ് TV ആയതുകൊണ്ട് ഒരുപാട് ആപ്പുകൾ വരും. സോ നിങ്ങൾക്ക് ആപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ക്ഷാമം വരില്ല. ഒരുപാട് ആപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തന്നപോലെ ഹോട്ട്സ്റ്റാറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനിയും TVകളുടെ അൺബോക്സിങ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.